ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞൾ പറിക്കലാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ മഞ്ഞളൊക്കെ പറിക്കാമെന്നൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ മഞ്ഞൾ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മഞ്ഞൾ അമ്മ പറിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യൂല എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് മഞ്ഞൾ അങ്ങോട്ട് പറിച്ചെടുക്കാമെന്ന്. നമ്മളാകെ 2 കട മഞ്ഞൾ മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞളാണ് ഇപ്പോൾ പറിക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ മഞ്ഞൾ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് മഞ്ഞൾ ഇങ്ങനെ പറിക്കുന്നത് കണ്ടപ്പോഴിങ്ങനെ കൂടുതൽ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മഞ്ഞൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കും കൂടി കൊടുക്കണമെന്നുണ്ടായിരുന്നു മഞ്ഞൾ പറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി മഞ്ഞളാണ് നമുക്ക് ആ ഒരു ചെറിയ 2 കടയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേട്ടോ. കണ്ടൻറ്റൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അമ്മയൊക്കെ എല്ലാവരും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മയും തിരിച്ചെല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി, അതുപോലെ തന്നെ ചെടികൾ നോക്കുക, വീട് പരിപാലിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെറിയ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതേപോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് ലോങ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പറക്കൽ നിർത്താം, ഇത്രയും മതി, അത്യാവശ്യം മഞ്ഞൾ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കും തോറും വീണ്ടും മണ്ണീൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മഞ്ഞൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മഞ്ഞൾ അതിൻ്റെ അടിയിലുണ്ട്. അപ്പം നമ്മൾ പറിക്കുമ്പോൾ സൂക്ഷിക്കണം. കുറച്ചുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പറിച്ച് കുറച്ചെടുത്ത് അങ്ങനെ മാറ്റി വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. കാരണം അതിൻ്റെ അടിയിൽ ഇനിയും നമ്മൾ കുറച്ച് ഇങ്ങനെ മാന്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കടകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഭാഗത്തു നിന്ന് ഒരുപാട് മഞ്ഞൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ആ ഭാഗത്തു നിന്ന് ഞങ്ങളിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വേറെ തൈയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലും ഒരുപാട് മഞ്ഞളുണ്ടായിരുന്നു കേട്ടോ. കൊച്ചു തൈയാണെങ്കിൽ പോലും അടിയിൽ ഒരുപാട് മഞ്ഞളുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ചാണ് ഇതിൻ്റെ കടയിലുണ്ടായിരുന്നത് കേട്ടോ. അതേ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ വീണ്ടും പറിച്ചു നോക്കിയപ്പോഴത്തേനും വലിയ കട മഞ്ഞൾ വീണ്ടും വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ മഞ്ഞൾ നമുക്ക് നല്ലോണം കഴുകി അരച്ച് ദേഹത്തും മുഖത്തും ഒക്കെ തേക്കാൻ പറ്റും കേട്ടോ. നല്ലതാണ്. നാച്ചുറലായിട്ടുള്ള മഞ്ഞൾ എപ്പോഴും നല്ലതല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴുകി വെയിലത്തിട്ട് പുഴുങ്ങി ഉണക്കിയിട്ട് നമ്മൾ കറിക്കായിട്ട് മഞ്ഞൾ പൊടിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ കടയിൽ നിന്നൊന്നും മേടിക്കാറില്ല. നമ്മുടെ ആ ഭാഗത്ത് വീട്ടിലുണ്ടാവുന്ന മഞ്ഞൾ ഒരുപാട് മഞ്ഞളുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളത് പറിച്ചെടുത്തിട്ട് കഴുകി ഉണങ്ങി അത് പുഴുങ്ങി ഉണക്കിയിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് അത് പൊടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ മഞ്ഞളൊക്കെ പറിച്ച് ഞങ്ങൾക്ക് ഇത്ര അധികം മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഞ്ഞളൊക്കെ പറിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചിട്ടുള്ള മഞ്ഞൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.